ഹായ് മക്കളെ, ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം വടകരയാണ്. ഞങ്ങൾ 3 പേരും, ഇപ്പൊ എന്റെ കൂടെ ജാബിർ സാറുണ്ട്, ലിനീഷ് സാറുണ്ട്. ഞങ്ങൾ എല്ലാവരും ഒരുപാട് കാലം ഉണ്ടായിരുന്ന ഒരു സ്ഥലം എന്ന പ്രത്യേകത വടകരക്കുണ്ട്. സോ നമ്മളുടെ കുട്ടികൾ, നമ്മൾ ഒരുപാട് വർഷങ്ങൾ പഠിപ്പിച്ച, നമ്മളുടെ ക്ലാസ് മുറിയിലിരുന്ന് പഠിച്ച കുട്ടികളുണ്ട്. അവരുടെ അടുത്ത ജനറേഷനൊക്കെ എപ്പോഴും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്, എന്നാണ് ഞങ്ങളുടെ അനിയത്തിമാർക്ക്, ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകൾക്കൊക്കെ വീണ്ടും നമ്മളുടെ ക്ലാസ് മുറിയിലും ഇരുന്ന് പഠിക്കാൻ പറ്റുക, ഞങ്ങളൊക്കെ പഠിച്ച പോലെ ഒന്നുകൂടെ നമ്മൾ എന്നാണ് കാണാൻ പറ്റുക എന്നൊക്കെയുള്ള ചോദ്യം അവരെല്ലാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് അന്ന് നമ്മൾ പഠിപ്പിച്ച, അന്ന് നമ്മളെ കേട്ട, നമ്മളുടെ ക്ലാസ് മുറിയിൽ ഇരുന്ന പ്രിയപ്പെട്ട മക്കളോടാണ്. നിങ്ങളുടെ എല്ലാവരോടും ഒരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയാണ് വന്നത്. ഓൾറെഡി നമ്മൾ ആ വിശേഷം പറഞ്ഞു കഴിഞ്ഞതാണ്. സൈലം ഈ വർഷം മുതൽ വടകരയിലുണ്ട്. എന്ത് തോന്നുന്നുണ്ട് ജാബിർ സാറിന് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത്? ശരിക്കും ഈ ഒരു ഇടം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രിയപ്പെട്ട ഒരു ഇടമാണ്. കാരണം നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്ന സമയം കഴിഞ്ഞാൽ പോലും നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ എടോടി വടകര ഈ ഭാഗം എന്ന് പറയുന്നത്. അപ്പം നമ്മള് 4 വർഷത്തോളമായി വടകരയിൽ നിന്നും ഒരു ഷോർട്ട് ടൈമിൽ നമ്മൾ മാറി നിന്നെങ്കിൽ, പക്ഷെ ആ ഓൺലൈനിൽ നമുക്ക് കിട്ടിയ ആ സ്നേഹം നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ കൂടി ഈ ഒരു അവസരം മുതൽ നമുക്ക്. മാത്രമല്ല, ഈ 4 വർഷക്കാലങ്ങൾക്കിടയിൽ നമ്മളെ കാണാൻ നിരന്തരമായി കോഴിക്കോട്ടേക്കൊക്കെ വന്നിരുന്ന നമ്മളുടെ പഴയ കുട്ടികൾ, അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹമൊക്കെ സത്യത്തിൽ വടകര നമ്മളെ തിരിച്ചു വിളിക്കുകയായിരുന്നു അല്ലെ? സത്യം. ഞാനിപ്പോഴും നോക്കാറുണ്ട്, നമ്മളൊരു ഇൻസ്റ്റയിലാണെങ്കിലും അതേപോലെ തന്നെ നമ്മളുടെ ഒരു ഫോളോവേഴ്സിന്റെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു മേജർ പോർഷൻ എപ്പോഴും വടകര തന്നെയാണുള്ളത്. നമ്മളോടുള്ള നമ്മളുടെ പഴയ കുട്ടികളുടെ സ്നേഹമാണ്. തീർച്ചയായിട്ടും. അപ്പൊ ആ പാരന്റ്സ്, ആ കുട്ടികൾ എന്ന് പറയുന്നത് ശരിക്കും നമ്മളൊരു കുടുംബം പോലെ നമ്മൾ ജീവിച്ച, അതായത് അന്നൊരു ക്ലാസ് റൂം, ഒരു ടീച്ചർ സ്റ്റുഡന്റ് എന്നതിൽ അവർ ഒരു വീട്ടിന്റെ അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. ആ അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ നമ്മൾ വീണ്ടും തിരിച്ചു വരിക എന്ന് പറയുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷമുണ്ട് അതില്. സത്യത്തിൽ നമ്മൾ തിരിച്ചു വരുന്നത് നമ്മളുടെ വീട്ടിലേക്കാണ്. അത് സന്തോഷമാണ് അല്ലെ? ഇവിടെ നിൽക്കുന്ന സമയത്ത് ലിനീഷ് ചേട്ടൻ എന്താണ് തോന്നുന്നത്? വളരെ സന്തോഷം തോന്നുന്നുണ്ട് എൽക്കെ. കാര്യം എനിക്ക് ജാബിർ പറഞ്ഞൊരു കാര്യത്താണ് കൂടുതൽ എന്നെ ഇതില് നിങ്ങൾ ഈ സംസാരം ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നെ ആകർഷിച്ചത്. ആ കാര്യം എന്താ ചോദിച്ചാൽ സൈലത്ത് സ്കൂളുകളെ പറ്റിയാണ്. അത് എന്നെ, ഞാനൊരു പാരന്റ് ആണല്ലോ, ഇപ്പൊ കുഞ്ഞാറ്റ പഠിക്കുന്നത് സൈലം സ്കൂളിലാണ്. അപ്പോൾ മോൾ എല്ലാ സമയത്തും പറയുന്ന ഒരു കാര്യമാണ്, എന്താണ് ആ ക്ലാസ് റൂമിലെ അറ്റ്മോസ്ഫിയർ. സൈലം ക്ലാസ് റൂമിലെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒന്നാണ്. അവര് ഇത്രയും കാലം 10ാം ക്ലാസ് വരെ വിവിധ സ്കൂളുകളിലും ആണ് പഠിച്ചു വന്നത്. പക്ഷെ സൈലത്തിന്റെ ക്ലാസ് റൂം തരുന്ന ഒരു കോൺഫിഡൻസ്, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ എല്ലാ കുട്ടികളും എന്തല്ല ഒരേപോലെ തന്നെ എന്താണ് ഈ പഠനത്തിലും അതുപോലെ തന്നെ അക്കാദമിക് പെർഫോമൻസിലും ഒരുപോലെ അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ സൈലം സ്കൂളിന്റെ സൈലം ക്ലാസ് മുറികൾ എന്ന് പറയുന്നത് ഓരോ ടീച്ചേഴ്സുമാർക്ക് കൊടുക്കുന്ന മോട്ടിവേഷൻ, അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ ഭയങ്കരമായി അവരെ അത് പ്രേരിപ്പിക്കുന്ന ഒരു സാധനമാണ്. ഈ +1 +2 കുറിച്ച് ലിനീഷ് ചേട്ടൻ പറയുമ്പോ ഞാൻ ആലോചിച്ചത്, +1 +2 അങ്ങനത്തെ ഒരു പ്രത്യേക പീരീഡ്. പലപ്പോഴും ഒരു അഡോളസന്റ് 10ാം ക്ലാസ് വരെ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു കെയർ അല്ലെങ്കിൽ ഒരു പാമ്പറിങ് ഒന്നും കിട്ടാത്ത, പെട്ടെന്ന് മുതിർന്നവരുടെ ഒരു ഫീലോട് കൂടിയൊക്കെ ചെയ്യപ്പെടുന്ന കുട്ടികളാണ് +1 +2 കുട്ടികൾ. ആ കെയർ കിട്ടാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും അവർ സുരക്ഷിതമായ ഭാവി കടക്കാതായി പോകും. സൈലത്തിന്റെ ക്ലാസ് മുറിയുടെ മോട്ടോ തന്നെ കെയറും കോൺഫിഡൻസും പഠിപ്പിക്കുക എന്നുള്ളതാണ്. വടകരയിലേക്ക് വരുമ്പോഴുും ആ കെയറും കോൺഫിഡൻസും ആയാണ് വടകരയിലെ കുഞ്ഞുങ്ങളെ ഫേസ് ചെയ്യാൻ നമ്മൾ അതെ. അത് മാത്രമല്ല, എപ്പോഴും നമ്മൾ പറയുന്ന ഒരു വേർഡാണ് സ്ട്രെസ് ഫ്രീ ക്യാമ്പസ് എന്നുള്ളത്. അത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാര്യം കുട്ടികളിൽ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്, ഇപ്പൊ മോളെ കാര്യം ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓരോ കുട്ടിയും നമുക്ക് തരുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് സൈലത്തിന്റെ ക്ലാസ് റൂമുകളെ പറ്റിയാണ്. അവർക്ക് മുന്നിലേക്ക് എത്ര സുന്ദരമായിട്ടാണ് ഓരോ ക്ലാസ് റൂമുകൾ കൈകാര്യം ചെയ്യുന്നത്, അതുപോലെ മെറ്റീരിയലുകൾ, ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ടുള്ള ഒരു അപ്രീസിയേഷൻ നമുക്ക് നമ്മൾ ഓരോ ക്ലാസ് റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് പറയാൻ കഴിയും. അപ്പൊ മെറ്റീരിയലിനെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, ഇപ്പൊ നമ്മളെ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ പഠിപ്പിച്ച സമയത്ത് നമ്മുടെ ഏറ്റവും ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു മെറ്റീരിയൽ ആണ്, ആ ഒരു കണ്ടന്റ് ആണ്, ആ ഒരു ക്വസ്റ്റ്യൻസ് ആണ്. കാരണം പരീക്ഷകളിൽ അത് മാത്രം പഠിച്ചു പോയാൽ മാർക്ക് കിട്ടുമെന്ന് നമ്മൾ പണ്ട് പറയുകയും ആ രൂപത്തിൽ മാർക്ക് സ്കോർ ചെയ്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പം ആ പറയുന്ന എക്സ്പീരിയൻസുകളെല്ലാം ചേർത്തുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള നമ്മുടെ DPP. അപ്പൊ DPP എന്ന് പറഞ്ഞാൽ ഡെയിലി അവർ പഠിക്കേണ്ട ടോപ്പിക്കുകൾ, തിയറിയും അതിൽ വരാവുന്ന ക്വസ്റ്റ്യൻസ്, ബോർഡ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻസ്, എൻട്രൻസ് ക്വസ്റ്റ്യൻസ് എല്ലാം ചേർത്തുകൊണ്ട് ക്ലാസ് റൂമിൽ വേറൊരു നോട്ട് തന്നെ എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ ആ രൂപത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള നമ്മുടെ DPP കാര്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് പറയാനുള്ളത്, മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന ടീച്ചിങ്ങിനെ പരമാവധി നമ്മൾ അഡ്വാൻസ്ഡ് ആക്കിക്കൊണ്ട് മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്
നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട്, കാരണം നാളത്തേക്ക് നോട്ട് എഴുതാനുണ്ട് അല്ലെങ്കിൽ അതാക്കി വരാൻ എല്ലാം നമ്മൾ ആ DPP-യിൽ തന്നെ ചെയ്യാവുന്ന ഒരു സംവിധാനം. ഹോംവർക്ക് പോലും ആ DPP-യിൽ എഴുതി വരാം. പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് എൻട്രൻസിന് വേറൊരു ബുക്ക്, അല്ലെങ്കിൽ ബോർഡ് എക്സാമിനേഷന് വേറൊരു ബുക്ക്, തിയറിക്ക് വേറൊരു ബുക്ക്, അങ്ങനത്തെ ആവശ്യമേ ഇല്ല. എല്ലാം ഒരേപോലെ ടോപ്പിക് വൈസ് ആയിട്ട്, സബ്ജക്ട് വൈസ് ആയിട്ട് ഡെലിവർ ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമ്മളെ DPP-യിലുള്ളത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ യൂസ്ഫുൾ ആയിരിക്കും. എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ് ഈ DPP നമ്മളെ ബാക്കിയുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. നമ്മളെ പഴയ കുട്ടികൾ നമ്മളെ കേൾക്കുന്നുണ്ടാവും എന്നുള്ള ഓർമ്മയാണ് സത്യത്തിൽ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കുള്ളത്. അവരുടെ ഒക്കെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, അവരൊക്കെ ഭയങ്കര മടിയന്മാരും കൂടി ആയിരുന്നു. അപ്പൊ അവരുടെ ഒക്കെ ഒരു ഭയങ്കര പ്രശ്നം എന്ന് പറയുന്നത് നോട്ട് എഴുതാൻ മടിയായിരുന്നു, നോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടിയിരുന്ന ഒരു ദിവസം ലീവ് ആയാൽ നമ്മൾ അടുത്ത ദിവസം പ്രശ്നമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഈ എനിക്കറിയാം നമ്മളുടെ മജോറിറ്റി കുഞ്ഞുങ്ങളും ഈ പ്രായത്തിൽ നോട്ട് എഴുതാൻ മടിയുള്ളവരും അല്ലെ, ഏറ്റവും ക്രിസ്പായി എന്തെങ്കിലും നമ്മൾ അങ്ങനെ കൊടുത്താൽ അതും കൊണ്ട് രക്ഷപ്പെടണം എന്ന് വിചാരിക്കുന്ന അത് മാത്രം പഠിച്ച് പരീക്ഷ പോവാ. അത് നിങ്ങളുടെ പ്രായത്തിന്റെ ഒക്കെ കുറെ പ്രത്യേകതകളാണ്. നിങ്ങളൊക്കെ വലിയ വലിയ കുഞ്ഞുങ്ങളായി തീരേണ്ടവരാണ് എന്ന ബോധം, വലിയ മനുഷ്യരിലേക്ക് വളരേണ്ടവരാണ് എന്ന ബോധം തീർച്ചയായും ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മടിയെയും നിങ്ങളുടെ ശീലത്തെയും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് പുതിയ കാലത്തിന് വേണ്ടി സൈലം മെറ്റീരിയൽ തയ്യാറാക്കിയിരിക്കുന്നത്. സോ നിങ്ങൾക്ക് തരാൻ പോകുന്ന മെറ്റീരിയൽ വളരെ കൃത്യമായി നോട്ടൊക്കെ അതിനകത്ത് തന്നെ പ്രിന്റ് ചെയ്ത് വന്ന നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടുന്ന സ്പേസ് വരെ അതിനകത്ത് ഇട്ടു പോകുന്ന മെറ്റീരിയൽ ആണ്. അപ്പൊ അത് മാത്രം പഠിച്ച് നമുക്ക് നമ്മളുടെ +2 പരീക്ഷയും +1 പരീക്ഷയും ഒക്കെ എഴുതാൻ പറ്റും. നിങ്ങളുടെ സ്കൂൾ ഇതുവരെയുള്ള നിങ്ങളുടെ പെർഫോമൻസിന് അപ്പുറത്തേക്ക് നിങ്ങൾ പോകുന്നത് കണ്ട് ഞെട്ടും. മാത്രമല്ല എപ്പോഴും പറയും, ഓരോ വർഷം എത്തുമ്പോഴും 10ാം ക്ലാസ് ആണ് നിങ്ങളുടെ ജീവിതത്തിലെ പോയിന്റ്. അങ്ങനെ ടേണിംഗ് പോയിന്റിനെ കുറിച്ച് പറഞ്ഞാണ്. എന്തായാലും ആ ക്ലീഷേ നമ്മൾ മുടക്കുന്നില്ല. +1 +2 നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് ആണ്, അങ്ങനെ തന്നെ പറയാം. ടേണിംഗ് പോയിന്റ് ആണ്. കാരണം +2 ക്ലാസ് വരെ നമുക്കൊരു തുടർച്ചയുണ്ടായിരുന്നു. 1ാം ക്ലാസ് കഴിഞ്ഞാൽ 2ാം ക്ലാസ്, 3ാം ക്ലാസ്, അങ്ങനെ +2 വരെ ചോയ്സുകൾ ഇല്ലാതെ സയൻസ് സ്ട്രീമിൽ നിന്ന് കൊമേഴ്സിലേക്കും ഹ്യൂമാനിറ്റീസിലേക്കും ഒക്കെ ഉള്ള ഒരു ചോയ്സ് ഉണ്ട്. മാത്രമാണ് 10ാം ക്ലാസ് കഴിഞ്ഞാൽ അല്ലാത്തൊരു ചോയ്സ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ആഫ്റ്റർ +2 നമ്മൾ പല വഴിയിലേക്ക് തിരിയേണ്ടതുണ്ട്. ഏത് വഴിയിലേക്ക് നമ്മൾ തിരിയുമ്പോഴും നാം പഠിച്ച സബ്ജക്റ്റിലുള്ള ഡെപ്ത്, നാം പഠിച്ച സബ്ജക്റ്റിലെ കോൺസെപ്റ്റുകളിലുള്ള ക്ലാരിറ്റി തീർച്ചയായും നിങ്ങളെ മുന്നോട്ടേക്ക് നടത്തുമെന്ന ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. സോ സൈലം വടകരയിൽ അവതരിപ്പിക്കാൻ പോകുന്ന ടീച്ചേഴ്സ് അവരാരൊക്കെയാണ് എന്ന് നമ്മളിപ്പോ പറയണ്ട. പക്ഷെ ആ ടീച്ചേഴ്സ് അങ്ങനെ ക്ലാരിറ്റിയോടുകൂടെ കോൺസെപ്റ്റുകൾ നിങ്ങളിലേക്ക് ഡെലിവർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ടീച്ചേഴ്സ് ആണ്. അവർക്കുള്ള വർക്ക്ഷോപ്പ് സത്യത്തിൽ കഴിഞ്ഞ 1.5 മാസമായി ഈ കഴിഞ്ഞ വർക്ക്ഷോപ്പിനെ കുറിച്ച് ജാബിർ സാർക്ക് എന്താണ് പറയാനുള്ളത്? ശരിക്കും നമ്മുടെ ആ വർക്ക്ഷോപ്പിലേക്ക് വന്നതെന്ന് വെച്ചാൽ 5ഉം 10ഉം വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലുള്ള ടീച്ചേഴ്സ് തന്നെയാണ് ആ വർക്ക്ഷോപ്പിലേക്ക് വന്നത്. അപ്പൊ അവര് വരുന്ന സമയത്ത് ഇനീഷ്യലി പലപ്പോഴും പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പിന്റെ ആവശ്യം എന്താ, ഞാൻ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ലേ എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ വർക്ക്ഷോപ്പ് തുടങ്ങി ഒരാഴ്ച കഴിയുമ്പോഴേക്കാണ് അവർ പറയുന്നത്, ഇതുപോലത്തെ ഒരു ക്ലാസ് റൂമും ഇതുപോലത്തെ ഒരു മെറ്റീരിയലും ഇങ്ങനെയുള്ള, അതായത് ഓരോ ടീച്ചേഴ്സിനെയും പ്രസന്റേഷനിൽ കിട്ടുന്ന പുതുമയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചേർത്തുകൊണ്ടാണ് നമ്മുടെ ഒരു വൻ ടീച്ചേഴ്സിന്റെ നിര തന്നെ ഈ ഒരു ആഴ്ചയിൽ ഇറങ്ങാൻ പോകുന്നത്. മനസ്സിലാക്കേണ്ടത് 5, 10, 15 വർഷം ക്ലാസ് എടുത്ത അധ്യാപകർ പോലും സൈലം എന്താണ് എന്ന് അനുഭവിച്ചറിയുമ്പോൾ ഇതാണ് കേരളത്തിന് വേണ്ടത്, ഇതാണ് കേരളത്തിലെ കുട്ടിക്ക് വേണ്ടത്, ഞങ്ങൾക്ക് ഇത് അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടായല്ലോ എന്ന് പറയുന്ന സ്ഥിതിയാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല ടീച്ചേഴ്സും അപ്ഡേറ്റഡ് ആവുന്നില്ല പല കാര്യങ്ങളിലും. അപ്പം ഈ പറയുന്ന കണ്ടന്റും ആ മെറ്റീരിയലും യൂസ് ചെയ്തുകൊണ്ട് പല ടീച്ചേഴ്സും ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ആയി. കുട്ടികൾ ഒരുപാട് മാറി ലിനീഷ് സാർ. നമ്മള് അപ്പൊ ലിനീഷ് ഏട്ടനും ജാബറും ഞാനും ഒക്കെ പഠിപ്പിച്ചു തുടങ്ങിയ, അപ്പൊ നമ്മൾ ഇപ്പൊ ഫേസ് ചെയ്യുന്നു എന്ന് പറയുന്ന, കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന നമ്മളുടെ പഴയ കുട്ടികളിൽ നിന്ന് പുതിയ കുട്ടി ഒരുപാട് മാറി. എക്സ്പോഷർ, അതെ, അവരുടെ എക്സ്പോഷർ ഒരുപാട് മാറി. അവർ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റുകളുടെ സ്വഭാവം മാറി. തീർച്ചയായും അതവരുടെ ശീലങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പാരന്റിങ് ആയാലും ടീച്ചിങ് ആയാലും ഒക്കെ പുതിയ കുട്ടിയെ തൊട്ടറിയുന്നതാവണം എന്ന പൂർണ്ണ ബോധ്യം സൈലത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് സൈലം അവതരിപ്പിക്കുന്ന ക്ലാസ് മുറി പോലും ടെക്നോളജി വൈസ് ആയാലും ഏറ്റവും പുതിയ ക്ലാസ് മുറിയാണ്. അവർക്കൊരു ഗാഡ്ജറ്റ് സ്വന്തമായി ഉണ്ടാവുക, അതിനകത്ത് അവർ ക്ലാസ് കാണുക. മൊബൈൽ നോക്കരുത് എന്ന് പറയുന്നിടത്ത് നിന്ന് സൈലം പറയുക, നിങ്ങൾ മൊബൈൽ നോക്കണം, പക്ഷെ മൊബൈൽ നിങ്ങൾക്ക് സൈലത്തിന്റെ ക്ലാസ് ഫ്രീ പോലും മൊബൈലിൽ പോലും അനുഭവിക്കാൻ കഴിയണോ എന്നാണ്. സോ നിങ്ങൾ എക്സാമിനേഷന് പോകുന്ന സമയത്ത് പഴയ പോലെ അല്ല,
രാത്രി വരെ കൂട്ടിരിക്കുന്ന ടീച്ചേഴ്സ് സൈലത്തിലുണ്ട്. രാവിലെ നിങ്ങൾ എക്സാമിനേഷൻ ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് വരെ ഇതെല്ലാം പഠിച്ചിട്ടല്ലേ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നത് എന്ന് ഉറപ്പുവരുത്തുന്ന ടീച്ചേഴ്സ് ഉണ്ട്. ഇങ്ങനെ ഒരു ടീച്ചേഴ്സ് കൂടെ നടന്ന ഒരു സ്ഥാപനം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ആ കൂടെ നടപ്പാണ് വടകരയിലേക്ക് വരാൻ പോകുന്നത്. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് വടകരയിലെ സൈലം സെന്ററിന്റെ തൊട്ടു മുമ്പിലാണ്. ആ സെന്ററിന്റെ കൗതുകം നിങ്ങളുടെ മുമ്പിൽ തുറക്കുന്നില്ല. അല്ലെ, മാർച്ച് 20-ാം തീയതി നമുക്ക് ആ കൗതുകം ഇവരുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. ക്രാഷ് കോഴ്സോട് കൂടിയാണ് നമ്മൾ തുടങ്ങുന്നത്. സൈലം ക്രാഷ് എത്രമാത്രം വേറിട്ട ക്രാഷ് ആണ് എന്നുകൂടെ നമ്മൾ പറയേണ്ടത്. ശരിക്കും പ്ലസ് 2 പഠിക്കുന്ന നമ്മുടെ ഓൺലൈനിൽ തന്നെയുള്ള നിരവധി കുട്ടികൾ നമ്മളെ വടകരക്കാരുണ്ട്, നമ്മളെ പ്രിയപ്പെട്ട കുട്ടികളുണ്ട്. അപ്പൊ ഈ വടകര മേഖലയിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷങ്ങളായിട്ടുള്ള ഒരു ആവശ്യം തന്നെയായിരുന്നു ഈ ഒരു ക്രാഷ് പ്രോഗ്രാം എന്ന് പറയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കൊരു തുടങ്ങാൻ വൈകിപ്പോയി എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഈ വർഷം വളരെ കളർഫുൾ ആയിട്ടാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഈ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത്, നമ്മൾ അവരുടെ എൻ്റയർ ടോപ്പിക്കുകളെ 20 മൊഡ്യൂളുകളാക്കി മാറ്റി ആ ഓരോ മൊഡ്യൂളുകളെയും കൃത്യമായിട്ട് സബ്ജക്ട് വൈസ് സോർട്ട് ചെയ്തുകൊണ്ട് അതിന്റെ ട്രെയിനിങ്, അതിന്റെ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് അതിന്റെ എക്സാം എഴുതിക്കൊണ്ട് അങ്ങനെ ഓരോ മൊഡ്യൂളുകൾ 5 മൊഡ്യൂളുകൾ കഴിയുന്ന സമയത്ത് ആ 5 മൊഡ്യൂളുകളെ ചേർത്തുകൊണ്ട് അതിന്റെ ഒരു ഗ്രാൻഡ് ടെസ്റ്റ് നടത്തുന്നു. 10 മൊഡ്യൂളുകൾ കഴിയുന്ന സമയത്ത് ആ 10 മൊഡ്യൂളുകളെ ചേർത്തുകൊണ്ട് അടുത്തൊരു ഗ്രാൻഡ് ടെസ്റ്റ്. ഇങ്ങനെ ഓരോന്നും പഠിച്ചതിനെ റിവൈസ് ചെയ്ത് 20 മൊഡ്യൂളുകൾ കഴിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അറിയാതെ 4 പ്രാവശ്യം ആ പറയുന്ന എൻ്റയർ മൊഡ്യൂളുകൾ റിവൈസ് ചെയ്തുകൊണ്ട് അതിനുശേഷം നിരന്തരമായിട്ടുള്ള മോക്ക് എക്സാമുകൾ നടത്തിക്കൊണ്ടാണ് നമ്മൾ അതിന്റെ ഒരു നീറ്റിനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനി കീമിനെ നമ്മൾ ഇതേ പാറ്റേണിൽ തന്നെ അവരുടെ എക്സാമിന് തൊട്ട് മുമ്പായിട്ട് തീർക്കുന്ന രൂപത്തിൽ കീമിനെയും പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ വെരി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ, എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇനി വരാൻ സാധ്യതയുള്ള പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു നമ്മുടെ റിസർച്ച് ടീം മാക്സിമം എഫേർട്ട് എടുത്ത് എക്സ്ക്ലൂസീവ് ആയിട്ട് ഉണ്ടാക്കിയ നമ്മുടെ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രാഷ് പ്രോഗ്രാം ആണ് ആദ്യമായിട്ട് നമ്മളിവിടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. തൊട്ടടുത്ത ആഴ്ചയിൽ തന്നെ നമ്മുടെ ട്യൂഷൻ പ്രോഗ്രാം 12ന്റെയും +1ന്റെയും ക്ലാസ്സുകൾ ആരംഭിക്കും. എനിക്ക് നമ്മുടെ മുൻ വർഷങ്ങളിൽ നമ്മളെ പ്രിയപ്പെട്ട കുട്ടികളോടും പ്രിയപ്പെട്ട പാരന്റ്സിനോടും പറയാനുള്ളത്, നിങ്ങളുടെ അനുജന്മാരും അനുജത്തിമാരും നിങ്ങൾക്ക് അതെ തീർച്ചയായിട്ടും പിന്നെ ജാബിർ സാർ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജാബിർ സാറിനോ ലിനീഷ് സാറിനോ എനിക്കോ മാത്രമല്ല ഇത് പറയാൻ കഴിയുക. സൈലത്തിലുള്ള അവസാനത്തെ ഫാക്കൽറ്റിക്കും സൈലത്തിന്റെ ഭാഗമായി അക്കാഡമിക്സിലുള്ള എല്ലാവർക്കും സൈലം ക്രാഷ് ഇതുപോലെ മനപ്പാടമായിരിക്കുന്നതാണ്. കാരണം സൈലം ക്രാഷിന് കൃത്യമായ ഒരു സ്ട്രക്ചർ ഉണ്ട്. നിങ്ങൾ അത് മനസ്സിലാക്കണം. ഒരു ക്രാഷ് അനന്ത് സാർ എപ്പോഴും പറയുന്ന ഒരു വാക്കാണത്, നമ്മുടെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് ആണ്. അത് വളരെ കൃത്യമാണ്. നമ്മള് അത്രയും വൃത്തിയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കുട്ടികളെ ഇതിലൂടെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. അവസാനമാണ് അവര് ഞങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കുന്നത് പോലും. കാര്യം അത്രയും രസകരമായിട്ടാണ്, ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ മെറ്റീരിയൽ മുന്നേക്ക് പോകുന്നത്. മെറ്റീരിയൽ മാത്രമല്ല, സൈലത്തിന്റെ പ്രോഗ്രാം പോലും അത്രമാത്രം സ്ട്രക്ചേർഡ് ആയ ഒരു പ്രോഗ്രാമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ചുമ്മാ നിങ്ങളോട് ക്രാഷ് പ്രോഗ്രാമിലേക്ക് വരുമെന്ന് ഇൻവൈറ്റ് ചെയ്ത് ക്രാഷ് കോഴ്സിൽ ഇരുത്തി നിങ്ങളെ ഇങ്ങനെ ഓരോ ദിവസവും പഠിപ്പിച്ച് എൻട്രൻസ് എക്സാമിനേഷൻ അടുക്കുമ്പോൾ നിങ്ങളുടെ ടെൻഷനും നിങ്ങളുടെ സ്ട്രെസ്സും ഒന്നും കൂട്ടുകയല്ല സൈലം ചെയ്യുന്നത്. എന്ന് തുടങ്ങും, ഏത് ദിവസം ഏത് ക്ലാസ് ആയിരിക്കും, എപ്പോഴൊക്കെ പരീക്ഷകൾ ഉണ്ടാവും, ഏത് ദിവസമാകുമ്പോഴേക്കും ചാപ്റ്റർ ഫിനിഷ് ചെയ്യും, എത്ര പരീക്ഷകൾ എഴുതി നിങ്ങൾ എൻട്രൻസ് എക്സാമിലേക്ക് പോകും തുടങ്ങിയ വിവരങ്ങളൊക്കെ പ്രിന്റ് ചെയ്ത് കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾക്ക് തന്നിട്ട് ആണ് നിങ്ങൾ ക്ലാസ് റൂമിലേക്ക് വരിക. സോ നിങ്ങൾക്കറിയാം 20-ാം തീയതി സൈലത്തിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും, 21-ാം തീയതി എന്തായിരിക്കും, ഇനി അടുത്ത മാസം 3-ാം തീയതി ഏത് ചാപ്റ്റർ ആയിരിക്കും സൈലത്തിൽ എടുക്കുക. സോ നിങ്ങളുടെ ഈസിയുള്ള ടോപ്പിക്കും നിങ്ങളുടെ ടഫായ ടോപ്പിക്കും നിങ്ങൾ ഓരോരുത്തരും എക്സ്ക്ലൂസീവ് ആണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചോയ്സുകൾ ഉണ്ടാവും. നിങ്ങൾ പഠിച്ച പാഠങ്ങൾ ഉണ്ടാവും, നിങ്ങൾ നന്നായി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പാഠങ്ങൾ ഉണ്ടാവും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ഡേയും പ്രീ പ്ലാൻ ചെയ്യാവുന്ന അത്രയും സ്ട്രക്ചേർഡ് ആയ ക്രാഷ് കോഴ്സാണ് സൈലം ക്രാഷ്. 19-ാം തീയതി അവരുടെ എക്സാം കഴിയും, ബോർഡ് എക്സാംസ് കഴിയും. 20-ാം തീയതി വരുന്ന സമയത്ത് അന്ന് നമ്മൾ ക്ലാസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ്. എന്ന് വെച്ചാൽ എന്താണ് നീറ്റ്, എന്താണ് കീം, നിങ്ങൾ എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത്, നമ്മളുടെ ഇപ്പൊ LK സാർ പറഞ്ഞ പോലെ ഓരോന്നിന്റെയും മൊഡ്യൂളുകൾ എങ്ങനെയാണുള്ളത്. അപ്പം എന്നിട്ട് അതിനുശേഷം അതിനിടയിൽ ചില ഇംപ്രൂവ്മെന്റ് എക്സാമുകൾ വരുന്നത് കൊണ്ട് തന്നെ ആദ്യത്തെ 3-4 ദിവസം നമ്മൾ നീറ്റിന്റെയും കീമിന്റെയും ബേസിക് ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. കാരണം പല കുട്ടികളും +2 പഠിച്ചത് ഒരിക്കലും എൻട്രൻസ് ഓറിയന്റഡ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പാറ്റേണിലേക്ക് നമ്മളെ കുട്ടികൾ എത്തിക്കുന്നതിന് ആവശ്യമായി ആലോചിക്കുന്നേ ഉണ്ടാവും. അതെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ആലോചിക്കുന്നേ. പക്ഷേ
കഴിഞ്ഞ പ്രാവശ്യത്തെ സൈലം ക്രാഷിന്റെ പ്രത്യേകത ആ ക്രാഷ് പ്രോഗ്രാമിൽ നിന്ന് നീറ്റ് ക്രാക്ക് ചെയ്ത കീം ക്രാക്ക് ചെയ്തവരുടെ എണ്ണം ഇഷ്ടം പോലെ നീറ്റ് ക്രാക്ക് ചെയ്തവരുടെ എണ്ണവും എണ്ണി പറയാൻ മാത്രം സൈലത്തിലുണ്ട്. മാത്രമല്ല സൈലം ട്യൂഷൻ സെന്ററിൽ നിന്ന് ഈ വർഷം നമ്മൾ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അതെ തൊട്ടു മുമ്പ് നടന്ന ജയിലിൽ 99% സ്കോർ വാങ്ങാൻ കഴിയുന്ന കുട്ടികൾ സൈലം ട്യൂഷൻ സെന്ററിൽ ഉണ്ടായി. അപ്പൊ സോ ട്യൂഷന് പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പോലും അവരുടെ പെർഫോമൻസ് അത്രമാത്രം ഇംപ്രവൈസ് ചെയ്യപ്പെട്ടു എന്നതുകൂടെ അഭിമാനത്തോടുകൂടെ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. സോ സൈലം ട്യൂഷൻ സെന്റർ വടകരയിലേക്ക് എത്തുന്നത് അങ്ങനെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് എല്ലാ രീതിയിലും വടകരയുടെ അക്കാഡമിക് ഹിസ്റ്ററിയിലെ തന്നെ ഒരു നാഴികക്കല്ലായിരിക്കും എന്ന് എടുത്തു പറയണം. സോ വടകരയുടെ അക്കാദമിക് ചരിത്രം മാറാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സൈലം ട്യൂഷൻ സെന്ററിനെ വടകരയുടെ മുമ്പിൽ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എല്ലാ മക്കളെയും നമ്മുടെ 20-ാം തീയതി തന്നെ എല്ലാ മക്കളെയും നമ്മള് ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. സൈലം വടകര സെന്ററിലേക്ക് നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടാവും, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടാവും. നമുക്ക് 20-ാം തീയതി കാണാം.